ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്രെയിംസ് ഫ്രം മൈ ലൈഫ്. ഇന്ന് നമ്മൾ തായ്ലാൻഡിലെത്തിയിട്ട് ഡേ 4 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ പോകുന്നത് സം ഓഫ് ദ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ആണ്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ കൗച്ചാണിത്. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസൊക്കെ ഉള്ളൊരു ഹോട്ടലാണിത്. നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ രാവിലെ ചിലപ്പോൾ കറങ്ങാൻ പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടുന്ന് എവിടെന്നെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ വ്യൂ. ആക്ച്വലി ഇത് അടിപൊളിയാണ്. അവിടെ കുറേ ബുള്ളറ്റിൻ്റെയും ആൻഡ് വേറെ ബൈക്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു അടിപൊളി ഹോട്ടലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫിച്ചൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴേക്കും നമുക്ക് ക്യാബിന് സമയമായി. എന്നിട്ട് നമ്മൾ ക്യാബൊക്കെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് വാട്ടർറൂണ്ടിലേക്കാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ തായ് കോസ്റ്റ്യൂം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ തായ് കോസ്റ്റ്യൂം തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്റ്റുഡിയോ പോയിട്ട് റെൻറ്റിന് എടുത്തിരുന്നു. പെർ അവറിന് സംതിങ് റെൻറ്റിന് നമുക്ക് കിട്ടും ഏകദേശം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള പാക്കേജും ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ യുവർ ചോയ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ ലാസ്റ്റ് എൻഡിൽ ആഡ് ചെയ്യാം. ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓൾറെഡി ക്ലൂക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഞങ്ങൾക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, തായ് കോസ്റ്റ്യൂമിൽ ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പോകുമ്പോൾ തന്നെ. പക്ഷെ അത് ഇവിടെ വാട്ടർറൂണിൽ കുറച്ച് എക്സ്പെൻസീവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നല്ല ഫോട്ടോസ് ഇവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ കോസ്റ്റ്യൂംസൊക്കെ തിരിച്ച് റെൻ്റൽ ഷോപ്പിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ വോട്ട് ഫോയ്ക്ക് പോവാണ്. പിന്നെ തായ്ലാൻഡിൽ ഒരു കസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പിൾസിൽ എസ്പെഷ്യലി ലേഡീസിന് സ്ലീവ്ലെസ്സും അതുപോലെ 3/4 ഒന്നും വെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവരുടെ ദൈവത്തിന് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല. ആ ഒരു കസ്റ്റമാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ആക്ച്വലി 3/4 ഇട്ടിരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പാൻറ്റൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ സ്ലീവ്ലെസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം ഇതുപോലെ വേറൊരു ടെമ്പിളിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തില്ല. അതുപോലെ തന്നെ ഈ ബുദ്ധൻ്റെ അടിയിൽ ഫുട് പ്രിൻസിൽ ഓരോന്നും ഓരോ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബുദ്ധൻ്റെ കാല് ഫ്ലാറ്റാണ്, ബാക്കി നമ്മുടെ കാല് പോലെ അല്ല എന്നാണ് അവിടുത്തെ ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുപോലെ അവിടെ ഒരു കോയിൻസ് ഇടുന്ന ഒരു സംഭവമുണ്ട് ആക്ച്വലി. അത് പറഞ്ഞാൽ ഒരു 108 കോയിൻസ് ഉണ്ട്. അത് നമ്മുടെ കോൺസെൻട്രേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വിഷസും അതൊക്കെ കറക്റ്റ് 108 കോയിൻസ് സ്പ്ലിറ്റായിട്ട് ഇടാൻ പറ്റണം. അങ്ങനെ എന്തൊക്കെയോ കുറേ ആചാരങ്ങളും അവരുടെ ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ടെമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, കാം, പീസ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പക്ക ബുദ്ധിസ്റ്റ് ടെമ്പിൾ, കുറേ ബുദ്ധാസിൻ്റെ സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ ഓഫറിങ്സും പ്രേയേഴ്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഫ്ലവർ മാർക്കറ്റിലോട്ട് പോയി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ബാംഗ്ലൂരായിട്ട് ഒരു കൊല്ലമായി, പക്ഷേ ഇതുവരെ ഞാൻ ബാംഗ്ലൂരിലത്തെ ഫ്ലവർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഇവിടുത്തെ ഫ്ലവർ മാർക്കറ്റിൽ എനിക്ക് പോയപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും ഫസ്റ്റ് പോകേണ്ടത് ബാംഗ്ലൂരിലത്തെ ഫ്ലവർ മാർക്കറ്റാണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് തുലിപ്സ് കാണുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തുലിപ്സ് കാണുന്നത്. പൊതുവേ പുറത്ത് US UK പോലത്തെ സ്റ്റേറ്റ്സിലാണ് ഞാൻ തുലിപ്സിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കൺമുന്നിൽ കാണുമ്പോൾ, അതും ഫ്രീസറിലാണ്, ഇവിടെ കോസ്റ്റ്ലി ഫ്ലവേഴ്സിലാണ് ഇത് വരുന്നത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരു ഫ്ലവറായിരുന്നു. അതിനുശേഷം ഞാൻ ആ വീഡിയോ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ റീലിൻ്റെ. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ചൈന ടൗണിൽ പോയി. നമ്മുടെ റൂമിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ ഈ ചൈന ടൗണിലേക്ക്. പിന്നെ ഇതൊരു സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് അന്ന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് കിട്ടും. തിരിച്ച് കടിക്കാത്ത എന്തിനും ഇവിടെ കിട്ടുമെന്ന് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പറയാം. ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ റോൾ ഐസ്ക്രീമാണ്. ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാറ്റ, പുഴു അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല അതൊന്നും. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റംബൂട്ടാൻ, മംഗൂസ്റ്റീൻ അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടായിരുന്നു.
പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടുത്തെ ഫേമസ് സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ് അത്, സത്യം പറയാലോ. എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു, കാരണം എനിക്കിവിടെ അധികം ഓപ്ഷൻസ് ട്രൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ മാംഗോ സ്റ്റിക്കി റൈസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ അതിനുശേഷം ഈ ഒരു പക്കോട ട്രൈ ചെയ്തു, ഇത് കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ഒരു ഡെസേർട്ട്. ഇത് വളരെ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലുക്കീമത്ത് കഴിച്ചിട്ടുണ്ട്. ഈ ഒരു അറബിക് ഡെസേർട്ട് ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല, പക്ഷെ അതിൻ്റെ മേലെ നമ്മൾ ഈ ചോക്ലേറ്റ് സോസും അല്ലെങ്കിൽ ഈ കണ്ടൻസ് മിൽക്കിൻ്റെ സോസും അയച്ചു വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റായിരുന്നു ഇതിന് വരുന്നത്. അപ്പോൾ അടിപൊളി സാധനമായിരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ താഴെയുള്ള ഭാഗം. അവിടെ ഒരു മിനി പോണ്ടും പിന്നെ കുറേ ബൈക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. രാവിലെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അപ്പോഴേക്കും ക്യാബ് വന്നിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ അപ്കമിങ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.